ഞാൻ വീണ്ടും വായിക്കുന്നു വഖാല ഇബ്നു അബ്ബാസിൻ, ഖുർത്തുബിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഏതായതിന്റെ സൂറത്ത് അൻആം 128 വ്യാഖ്യാനത്തിൽ ഖുർത്തുബിയിൽ നിന്നാണ് വായിക്കുന്നത്. വഖാല ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, അൽ ഇസ്തിസ്നാഉ, ഇവിടെ അല്ലാഹു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന അർത്ഥത്തിലാണെങ്കിൽ, ഒഴിവാക്കി പറഞ്ഞതാണെങ്കിൽ അത് ആർക്കാണ്? അഹിലിൽ ഈമാനി, ഈമാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത് എന്ന് മാത്രമേ വായിക്കുള്ളൂ. ബാക്കികൾ വായിക്കൂല. അങ്ങനെയാണെങ്കിൽ മാ അലാ ഹാദാ ബിമഅനാ മൻ, ഇവിടെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഇല്ല മാഷാ അല്ലാഹ്, ആ മാക്ക് മൻ എന്ന അർത്ഥത്തിൽ ഇവിടെ വെക്കുകയാണെങ്കിൽ, അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ അവിടെ വഅൻഹു അയ്ളൻ ഉണ്ട്. പിന്നെയും ഖുർത്തുബിയിൽ ആ ഇബ്നു അബ്ബാസ് തന്നെ അത് വിശദീകരിക്കുകയാണ്. അഹ്ലുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്നഹു ഖാല, ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു, ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് തൂജിബുൽ വഖഫ, നിർബന്ധമാക്കുന്നുണ്ട്. എന്ത്? അൽ വഖഫ, നിർത്തിവെക്കൽ, ഫി ജമീഅൽ കുഫാരി, എല്ലാ കുഫാറുകളെയും. ഏത് കുഫാറുകളെ വാക്ക് ശ്രദ്ധിക്കണം, എല്ലാ കാഫറുകളെ പറ്റിയാണ് അതിന്റെ ബഹുവചനമാണ് കുഫാർ. സർവ്വ കാഫറുകളെയും നിർത്തിവെക്കണം, ആ നരകത്തിൽ ഒഴിവാകുമെന്ന് ഇത് കുറിക്കുന്നുണ്ട്. വമായനാ ദാലിക, അവിടെ വരെ എഴുതിക്കല്ല ഇബ്നു അബ്ബാസ്. പിന്നെ പറയാം വമായനാ ദാലിക, നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നഹാ തൂജിബുൽ വഖഫ, ആ ആയത്ത് നിർബന്ധമാക്കും. അൽ വഖഫ, നരകത്തിൽ അവര് ശാശ്വതവാസികൾ എന്നുള്ളത് അവിടെ ഒഴിവാക്കപ്പെടും. ഫീമൻ, ഒരുത്തനെ പറ്റി, ലം യമുത്ത്, അവൻ മരിച്ചിട്ടില്ല. മരിച്ചപ്പോൾ കാഫറായിട്ടല്ല മരിച്ചത്. പിന്നെ എങ്ങനെ മരിച്ചത്? ഇത് ഖദ് യുസ്ലിമു, അവൻ മുസ്ലിമായിട്ടാണ് മരിച്ചത്. പിലാച്ചേരി ഓതി അത് അർത്ഥം വെച്ച് അത് വിശദീകരിക്കണം. പിന്നുള്ളത് എന്താണ് എനിക്ക് പറയാനുള്ളത്? അതായത് ഇവിടെ നിങ്ങൾ പറയുന്നത് ഇത് മുസ്ലിം ജിന്നും ഉൾപ്പെടും എങ്കിൽ ഞാൻ ചോദിക്കുന്നു, കാഫർ ജിന്നിനെ പറ്റിയാണ് ഇതിലുള്ള പരാമർശം എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഖുർആനിലെ ആയത്ത് തന്നെയും അത് തെളിയിക്കുന്നു. അപ്പോൾ കാഫർ ജിന്നിന്റെ വിഷയമായതാണ്. കാഫർ ജിന്നിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് കാഫർ ജിന്നിനോടുള്ള സഹായതേട്ടം, എങ്ങനെയാണ് നിങ്ങൾക്ക് വസീലത്ത് ശിർക്കായത്? നിങ്ങൾ സാധാരണ പറയുന്ന കാഫർ ജിന്നിനോടുള്ള സഹായതേട്ടം എന്താണ്? അത് പച്ച ശിർക്കാണ്. മുസ്ലിം ജിന്നിനോടാവുമ്പോഴോ അത് വസീല ശിർക്കാണ്. ഇവിടെയാണെങ്കിലോ ഇവിടെ കാഫർ ജിന്ന് മാത്രമാണ്. അത് ഖുർആൻ കൊണ്ടും തെളിയുന്നുണ്ട്, മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോ എന്റെ ചോദ്യം, ഇവിടെ കാഫർ ജിന്നിനോടുള്ള സഹായതേട്ടം പച്ച കുഫറല്ലേ? അതല്ലേ ഖുർത്തുബി എഴുതി വെച്ചത്? അൽ കുഫാറാണ് എഴുതി വെച്ചില്ലേ ഖുർത്തുബി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഫി ജമീഅൽ കുഫാരി, എല്ലാ കാഫറുകൾക്കും എല്ലാ മുശ്രിക്കുകൾക്കുമാണ് ബാധകം. അപ്പം ശിർക്ക് ചെയ്യണ്ടേ? ശിർക്ക് ചെയ്യൽ എങ്ങനെയാണ്? കാഫറുകളോട് സഹായം തേടി അതിന് മുമ്പടെ കൊടുക്കുന്നുണ്ട് ഖുർത്തുബി. സാഹിബ് നടന്നു പോകുമ്പോൾ ഓലി സയ്യിദ് ഹാദിൽ വാദി, ഈ വാദിന്റെ നേതാവേ എന്ന് പറഞ്ഞ അഭയം തരലുണ്ട്. അതന്നെ ശിർക്ക് എന്നുള്ളത് അവിടെ മാത്രമല്ല ഖുർത്തുബി എഴുതുന്നത്. ഖുർത്തുബി ഇത് സൂറത്ത് അൻആമാണ്. സൂറത്തുൽ ജിന്നിന്റെ 6 വ്യാഖ്യാനത്തിൽ കുഫറും വശിർക്കും എഴുതിയ വിഷയത്തെ പറ്റി, പച്ച കുഫറും ശിർക്കുമാണ് അത് എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല അതിനെ പറ്റി. അത് ഭൗതികമായ സഹായമാണ് ചോദിച്ചത്, പരിധിയിലുള്ള ജിന്നിനോടാണ് ചോദിച്ചത്. അപ്പോ നിങ്ങൾ പറയുന്ന പരിധിയും ഭൗതികമൊക്കെ അവിടെ എത്തിയിട്ടും കുഫർ എഴുതിച്ചു. ഇവിടെ ഏതാ ഖുർത്തുബി എഴുതിക്കുന്നത്? ഫി ജമീഅൽ കുഫാരി, എല്ലാ കുഫാറുകളെ സംബന്ധിച്ചുമാണ്. അപ്പൊ ശിർക്ക് ചെയ്ത കുഫാറുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. കാരണം എന്താ? ഒരു കാഫർ ജിന്നിനോടാണ് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ വാദപ്രകാരം ഇവിടെ എങ്ങനെയാണ് കുഫാർ എന്ന് പറയാ? നിങ്ങൾ വാദിക്കുന്നത് എന്താണ്? കുഫാറിനോട് ചോദിച്ചാൽ നിങ്ങൾ കുഫാർ എന്നല്ലേ പറയാ? കാഫർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക് എന്നല്ലേ നിങ്ങൾ പറയാ? അപ്പോൾ അവിടെ കുഫാർ എന്നല്ലേ എഴുതിച്ചത് ഖുർത്തുബി? അതിനല്ലേ ഖുർത്തുബി എഴുതിച്ചത്? നിങ്ങൾ മുസ്ലിം ജിന്നിൽ നിന്ന് കൊണ്ടുവന്നു. ആരോട് ചോദിച്ചാണ് കൊണ്ടുവന്നത്? ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത്? ആലു ശൈഖ് അല്ലാത്ത ആലു ശൈഖിനെ അവിടെ വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് 800, 900, 600, 700 കൊല്ലം മുമ്പുള്ള പണ്ഡിതന്മാരെ ഞങ്ങൾ എത്തിവിടെ. ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കി, ആയത്തും ഹദീസും മുഴുവനും ഹിഫ്ളാക്കി മനുഷ്യന്മാരുടെ ഇവിടെ വലിയ വലിയ മഹാപണ്ഡിതന്മാർ, തൊബരിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ, ഖുർത്തുബിയെ പോലെ, ബഗവിയെ പോലെ. അവര് എവിടെയുള്ളത് കാണിച്ചിരി മുസ്ലിം ജിന്നിൽ നിന്ന്? പീലാച്ചേരി അവിടെ അർത്ഥം വെച്ചോളും. പക്ഷെ നിങ്ങൾ അർത്ഥം വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ട്. ഇത് കതു യുസ്ലിമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് മരിച്ചു എന്നാണ് നിങ്ങൾ അർത്ഥം കൊടുത്തത്. അങ്ങനെയാണോ? മുലാരിയായ ഫെയിലിന്റെ മുമ്പിൽ കതു വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം കൊടുക്കുക? ഒന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കരുത്. മുലാരിയായ ഫെയിലിന്റെ മുമ്പിൽ കതു വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം കൊടുക്കുക? നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇത് കതു ഇസ്ലിമു, അവർ മുസ്ലിമായി മരിച്ചു എന്ന്. അങ്ങനെയാണ് അർത്ഥം കൊടുക്കുക? എന്താണ് മൗലികമാരെ നിങ്ങളിങ്ങനെ? മുസ്ലിം ആയേക്കാം എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് എന്താ ഉദ്ദേശിച്ചത്? മുസ്ലിം ആയേക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ പിന്നെ കാരാകാലം ഇത് വരുമോ? ഇബ്നു അബ്ബാസിന് തിരിഞ്ഞില്ലേ? അത് യുസ്ലിമു, മുസ്ലിം ആയേക്കാം ആകാൻ സാധ്യതയുള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. ആകാൻ സാധ്യതയില്ലാത്തതിനെ പറ്റിയല്ല പറഞ്ഞത്. ഒരു ആഫ്രായിട്ട് വെച്ചിട്ടുണ്ടാവും, ഒരു കാലകാലം നടക്കണ്ടാവും. പറഞ്ഞില്ല ഞാൻ? നിങ്ങൾക്ക് തോടാൻ കഴിയില്ല. കത് യുസ്ലിമു, അവൻ മുസ്ലിം ആയേക്കാം എന്ന് പറഞ്ഞത്. അത് ആ സാധ്യത തന്നെയാണ് അവിടെ പറഞ്ഞത്. മുസ്ലിം ആകാത്തവരുണ്ടാവും, ഒരു നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. കാരണം ഒരു കാഫറായിട്ട് വെച്ച് കുഫാർ തൊട്ടിട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വാദത്തിനെയാണ് അവിടെ പിടികൂടിയത്. നിങ്ങൾ കാഫർ ജിന്നിനോട് സഹായം ചോദിനെ പറ്റിയാണ് പറഞ്ഞത്. ഓൻ കുഫറാണ്. നിങ്ങൾക്ക് ആ വാദമുണ്ടോ? നിങ്ങൾ പറഞ്ഞത് എന്താ? മുസ്ലിം ജിന്നിനാ, മുസ്ലിം ജിന്നിനോട് ആയത്തിൽ കൊടുത്തത് നിങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെ വാദം പോയില്ലേ? ഇവിടെ കാഫർ ജിന്നിന്റെ വർത്താനല്ലേ പറഞ്ഞത്? കാഫർ ജിന്നിനോട് സഹായം തേടിയ കുഫറല്ലേ? പിന്നെ കത് യുസ്ലിമു, അവൻ അവസാനം മുസ്ലിം ആയിട്ടുണ്ട്. മുസ്ലിം ആയേക്കാം, ആയിക്കോട്ടെ, ആയേക്കാം. അപ്പൊ ഇബ്നു അബ്ബാസ് തിരിഞ്ഞില്ലേ? മുസ്ലിം ആയ പിന്നെ മരിച്ചാൽ കാലാകാലം നരകത്തിൽ കിടക്കുന്ന അദ്ദേഹം വിശ്വസിച്ചല്ല. അതുകൊണ്ടാണ് കത് യുസ്ലിമു പറഞ്ഞത്, മുസ്ലിം ആയേക്കാം എന്ന് പറഞ്ഞത്. അവരെ പറ്റിയാണ് ആയത്തിറങ്ങിയത്. എന്താണ് ഇത്ര സംശയം? നിങ്ങൾക്ക് തോടാൻ കഴിയില്ല. കത് യുസ്ലിമു, അവൻ മുസ്ലിം ആയേക്കാം, ആയേക്കാം. മുസ്ലിം ആയ ഒരുത്താണെങ്കിലോ ആയേക്കാം എന്നുള്ള പെട്ടാണെങ്കിലോ അവന് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടില്ല. അത്രയും ഇബ്നു അബ്ബാസും പറഞ്ഞോളൂ. അതേസമയം മുസ്ലിം ആകത്തുണ്ടാവും, അവർക്ക് കാലാകാലം നരകത്തിൽ വേണ്ടി വരും. അതന്നെയല്ലേ പറഞ്ഞില്ല മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച മുസ്ലിം ആയേക്കാം എന്നുള്ള സാധ്യതപ്പെട്ടാണ്. ഇനി പിലാച്ചേരി അതിന്റെ അർത്ഥം വെച്ചോളും. അപ്പോൾ ഈ വെല്ലുവിളിയൊക്കെ വിളിക്കുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗം മുഴുവൻ നിങ്ങൾ കറക്റ്റാക്കിയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് കത് ചേർത്തിട്ട് തന്നെ പറഞ്ഞത്.
ഇത് കത് മുസ്ലിം തന്നെ കൊടുത്തിട്ടുള്ളത്. അവർ പക്ക മുസ്ലിമായി എന്ന് നേർക്കുന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ വക നിങ്ങൾ ആരോപണം ചെയ്തതാണ്. അപ്പോൾ ഞാനത് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇല്ല മാഷാ അള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം വരില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും പീലാശ്ശേരി ചർച്ച ചെയ്യട്ടെ. ഞാൻ വരാം, ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വന്നോളാം ഇൻഷാ അല്ലാ. ഏതായാലും ഞാൻ എന്തായാലും ഇടപെടുന്നില്ല. വഹാബ് മൗലവി നിങ്ങളുടെ പീലാശ്ശേരി സാഹിബുമായി കൊണ്ടാണ് നിങ്ങളുടെ ചർച്ച. നിങ്ങളിങ്ങനെ വല്ലാതെ ഒരു വെല്ലുവിളി നിങ്ങൾ മുകളിൽ നടത്തിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് ഇടപെടണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇടപെട്ടാണ്. വേറെ ഒന്നും വിചാരിക്കണ്ട. പിന്നെ ഇല്ലാ മാഷാ അള്ളാ എന്നുള്ള വാക്കുകൾക്ക് അർത്ഥം മാന എന്തായിരിക്കും നമുക്ക് ഇൻഷാ അല്ലാ പീലാശ്ശേരി അത് വിശദീകരിക്കുമെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ നേർക്ക് നേരെ വെച്ച അർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ചർച്ച തുടരട്ടെ. മാഷേ, എന്റെ സുഹൃത്തെ, ഇത് കത് യുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയേക്കാം തന്നെയാണ് അർത്ഥം. ഞാൻ സംഭവിച്ചു മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിന് ഓനെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തില്ലേ, ഷിർക്കൊക്കെ പുറത്തില്ലേ, പിന്നെ ഓൻ കാലാകാലം നരകത്തിൽ കിടക്കാൻ ചെയ്യോ? പിന്നെ നിങ്ങൾ പറയാം മുസ്ലിം ആയി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, നിങ്ങൾ ആണ് പറഞ്ഞാൽ മതിയോ? അസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകാനല്ലേ? ആ ഇസ്ലാമിൽ മുസ്ലിമിനുള്ളതാണ് സ്വർഗം. നരകത്തിൽ നിന്ന് വിമോചനം, ഒരു നരകത്തിൽ കിടക്കേണ്ടി വരില്ല ഓന് കാലാകാലം. ഓന്റെ ശിക്ഷക്കുള്ള ഒരു അള്ള പുറത്തിട്ടില്ലെങ്കിൽ ആ കുറ്റങ്ങൾക്കുള്ള ഷിർക്കല്ലാത്ത തൂബല്ലാത്ത ഷിർക്കല്ലാതെ തൂബയ്യാതെ ഷിർക്ക് ചെയ്താണ്ട് തൂബെല്ലാം മരിച്ച കാലാകാലം നരകത്തേക്കാരം. അങ്ങനത്തെ കുഫാറിനെ പറ്റിയാണ് ഇവിടെ എനിക്ക് ചോദ്യം. അതാണ് ഇവിടെ കുഫാറിനെ സംബന്ധിച്ചാണ് പറയുന്നത്, കാഫിറുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ ഷിർക്ക് ചെയ്യണമെങ്കിൽ കാഫിറാകാം. നിങ്ങളെ വാദം പറയുന്നത് വസീൽ ഷിർക്കല്ലേ? അപ്പൊ പിന്നെ എന്താ കത് യുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയേക്കാൻ പറഞ്ഞാൽ ഓൾറെഡി മുസ്ലിം അല്ലേ? പിന്നെ മുസ്ലിമാണത് പൊളിഞ്ഞു പോവുകയാണ് നിങ്ങളെ വാദം. ഇബ്നു അബ്ബാസിന്റെ കൗലിന്റെ മുമ്പിൽ ചോദ്യമായ എന്തേ ഉള്ളൂ? കത് യുസ്ലിം എന്നുള്ളത് ശരി, ഞാൻ സമ്മതിച്ചു. കത് യുസ്ലിം എന്നുള്ളടത്ത് ആയേക്കാം, മുസ്ലിം ആയേക്കാം തന്നെയാണ് അർത്ഥം ഞാൻ വെച്ചത്. പിന്നെ അത് പിന്നെ നിങ്ങൾ പറഞ്ഞ ചോദിച്ചോ കത് യുസ്ലിമു. പീലാശ്ശേരി തന്നെ മുമ്പിന് അർത്ഥം വെച്ചെന്നറിയോ? മുസ്ലിങ്ങളല്ലാത്ത ഈ ഷിർക്കിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കാഫിറുകളെയുമാണ് ഉദ്ദേശിച്ചതെന്ന്. പിന്നെ എങ്ങനെ സുഹൃത്തെ പിന്നെ മുസ്ലിമാര്? പിന്നെ നിങ്ങളെ വാദപ്രകാരം വസീലത്ത് ഷിർക്കല്ലേ? പിന്നെ ഓൻ കാഫർ എന്ന് പറയാൻ പറ്റുമോ? എല്ലാ കാഫിറുകളെയുമാണ് എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് മുസ്ലിം ജിന്നിന്റെ വിഷയത്തിലില്ല, ഇത് കാഫർ ജിന്നിനോടുള്ള ചോദ്യമാണ് ഈ പറഞ്ഞത്. ആ കാഫർ ജിന്നിന്റെ ചോദ്യത്തിൽ വസീലത്ത് ഷിർക്ക് എന്ന പരിപാടി വരുന്നില്ല. അതാണ് ഫൈസൽ മൗലവി പാച്ച നോണ പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ വായിച്ചപ്പോ തിരിഞ്ഞില്ലേ? ഇവിടെ വസീലത്ത് ഷിർക്കാണെങ്കിൽ പിന്നെ മുസ്ലിം ആകണോ? അത് യുസ്ലിം അവൻ മുസ്ലിം ആയേക്കാം, മുസ്ലിം ആയി കഴിഞ്ഞാലോ പിന്നെ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടില്ല. അതാണ് ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞത്. അവരെയാണ് അള്ളാഹു ഒഴിവാക്കി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ വാദം പൊളിഞ്ഞു പോവുകയാണ്. നിങ്ങളെ വാദം ഇവിടെ എന്താണ് മുസ്ലിം ജിന്നിനോട് ആണ്, അതുകൊണ്ട് വസീൽ ഷിർക്കാണെങ്കിൽ എന്താ കത് യുസ്ലിം എന്ന് പറയുന്നത്? ഓൾറെഡി മുസ്ലിം അല്ലേ? ഓ പാപം ചെയ്തിന്, പക്ഷെ ഷിർക്കായിട്ടില്ലല്ലോ. ഷിർക്കാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തുക. നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ വസീൽ ഷിർക്ക് അല്ലേ പറഞ്ഞോളൂ, ഷിർക്ക് പോയിക്കൊണ്ടിരിക്കുക, ഷിർക്കായിട്ടില്ലല്ലോ. കത് യുസ്ലിമു എന്ന് പിന്നെ എന്തിനു പറഞ്ഞു? അൽ കുഫാർ എന്ന് പിന്നെ എന്തിനു പറഞ്ഞു? കുഫാർ അല്ലേ? കുഫാറിനോടല്ലേ ഇവിടെ പറയുന്നത്? ഖുർത്തുബി ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസിനെ കുഫാറിനെ പറ്റിയല്ലേ? മറുപടി പറഞ്ഞങ്ങൾ ആയേക്കാം എന്ന് പറഞ്ഞാൽ ആയെന്നർത്ഥം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മൂറിൻ്റെ രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പൊട്ടിച്ചോ? പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പൊട്ടിച്ചോ? അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ പൊട്ടിച്ചു എന്ന് കിട്ടുമോ? അർത്ഥം കിട്ടൂലല്ലോ. ആയോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ഈ നെഹ്വൊക്കെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുണ്ടായത്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ഹദീസിന് സുഹൈൽ ഇസ്നാദ് അല്ലെങ്കിൽ ഹസനുൽ ഇസ്നാദ് എന്ന് പറയുമ്പോൾ നേർക്ക് നേരെ ഹദീസ് സ്വഹീഹാണെന്ന് പറയുമോ? ഇല്ല. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ 5 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. 5ഉം എത്താൽ തന്നെ നമ്മളത് സ്വഹീഹ് എന്ന് പറയുള്ളൂ. സുഹൈൽ ഇസ്നാദ് എന്ന് പറയുന്ന ഒരു പക്ഷേ എന്തായേക്കാം കദ് യകൂനു ഷാദൻ ഔ മുതൽ, അല്ലെങ്കിൽ ഷാദുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായേക്കാം. അതിൻ്റെ അർത്ഥം നേർക്ക് നേരെ ആ ഹദീസ് സ്വഹീഹ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കത് അവിടെ മുബാരിയായ ഫിലിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഒരു പക്ഷേ ആയേക്കാം, അല്ലാതായേക്കാം, അല്ലെങ്കിൽ അതിന് ആയി എന്നുള്ള അർത്ഥം നമുക്ക് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് തന്നെ സമ്മതിക്കണം. നമ്മൾ അതിൽ കിടന്നിട്ട് ഉരുണ്ടിട്ട് കാര്യമില്ല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. വീണ്ടും എന്നെ വോയിസ് ഇടാനായിട്ട് എന്നെ നിർബന്ധിപ്പിക്കരുത്. കാരണം നിങ്ങളതിൽ ന്യായീകരിച്ച് പോകണം. ആയേക്കാം എന്ന് പറഞ്ഞാൽ ആയി എന്ന് ഒരിക്കലും കിട്ടൂല. അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പോയോ? അപ്പോൾ അതിൻ്റെ അർത്ഥം പോയിന്ന് കിട്ടുമോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നെങ്കിൽ ആ തെറ്റ് പറ്റി, വീഴ്ച പറ്റി, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മുസൽമാൻ്റെ യഥാർത്ഥ കടമ. ഇനി ന്യായീകരിക്കാൻ നിൽക്കരുത്. യാറപ്പ് തുടക്കം തന്നെ നിങ്ങൾക്ക് പാളിയണം. അതായത് പീലാശ്ശേരിമല സമൂഹത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്കിപ്പോൾ പാളിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചർച്ച തുടങ്ങുമ്പോൾ എന്തായിരിക്കും? എന്തായാലും ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇടപെടില്ല കേട്ടോ, അത് വേറെ വിഷയം. അദ്ദേഹം തിരക്കിലായതുകൊണ്ട് ഞാൻ ഇടപെട്ടെന്ന് മാത്രമേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ നടത്തൽ ആയേക്കാം തന്നെ ഞാൻ പറയണത്. അത് രണ്ടും വ്യത്യാസമല്ലേ? ഓ പോയേക്കാം എന്ന് പറഞ്ഞാൽ പോകാൻ സാധ്യത ഉണ്ടെന്നല്ലേ? സാധ്യതയല്ല അതിനർത്ഥം. പോയേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ സാധ്യത ഉണ്ട്, മുസ്ലിം ആയേക്കാം, അങ്ങനെയുള്ള പറ്റിയ ഇബ്നു അബ്ബാസ് പറയുന്നുള്ളൂ. അപ്പൊ മുസ്ലിം ആയേക്കാം എന്ന് പറയുമ്പോൾ ശാശ്വതത്വം ഉണ്ടാവോ നരകത്തിൽ? ഇല്ല. ഇതാർക്കാ മനസ്സിലാത്തത്? അല്ല, അയിമ പിടിച്ച് ഇങ്ങനെ തൂങ്ങാൻ നിങ്ങൾ കഴിയുള്ളൂ. എന്റെ ചോദ്യങ്ങളോടെ ഉണ്ട്, അതിനൊക്കെ മറുപടി പറയണം. പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ തടസ്സം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പൊട്ടിക്കാത്തതെന്ന് അർത്ഥം.
ആ ഇവിടെ കത് യുസ്ലിമു എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമായേക്കാം. പിന്നെ എന്താ അവിടെ തടസ്സം? കാഫിർന്ന് പോയില്ലേ, മുസ്ലിമായില്ലേ? മുസ്ലിമിന്റെ കാര്യം അവിടെ പറഞ്ഞത്, ഇസ്ലാമിന്റെ കാര്യം അവിടെ പറഞ്ഞത്. മുസ്ലിമെ കാലാകാലം നരകത്ത് കിടക്കണോ? ഓന്റെ ശിക്ഷ, ഓൻ തൗബ ചെയ്ത്, ഓൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കണ്ട. അല്ല, അവന്റെ തൗബ സ്വീകാര്യോഗ്യമല്ലെങ്കിൽ കിടക്കേണ്ടി വരും. അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കിടക്കേണ്ടി വരും. ആ കാലയളവ് പിന്നെ അവൻ സ്വർഗ്ഗത്തിൽ കിടത്തൂലേ? ഇവിടെ ശാശ്വതത്വത്തിന്റെ വിഷയം പറഞ്ഞത് സുഹൃത്തെ, അത് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനത്തെ മുസ്ലിങ്ങളാണ് മനുഷ്യന്മാർ. നിങ്ങളെ വാദോടെ പൊട്ടിപ്പൊളിയാണ്. ഇബ്നു അബ്ബാസിനെ പഠിപ്പിക്കണ്ട, ഇബ്നു അബ്ബാസിനെ പഠിപ്പിക്കാൻ മാത്രം പറഞ്ഞിട്ടില്ല. അത് യുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ ഇബ്നു അബ്ബാസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ നരകത്തിൽ നിന്ന് ശാശ്വതത്വം നൽകപ്പെടാത്ത ആളുകളെ പറ്റിയല്ലേ ഉദ്ദേശിച്ചത്? അപ്പോ മുസ്ലിമാണ്ടേ അല്ലെ ഈ കാഫർ മുമ്പ് പറഞ്ഞ അതിന്റെ തൊട്ടും അദ്ദേഹം പറഞ്ഞ കുഫാറാണെങ്കിൽ പിന്നെ കാലാകാലത്തിൽ തന്നെയല്ലേ? എന്തൊരു കഷ്ടാത്. അത് യുസ്ലിം, അവൻ മുസ്ലിമായേക്കാം. അപ്പൊ മുസ്ലിമായി കഴിഞ്ഞാലോ കാലാകാലം നരകത്ത് കിടക്കണ്ട. എന്തൊരു കഷ്ടാത്. എന്നോട് വേറെ എടുക്കും ചർച്ച ഉണ്ടാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്റെ പിലാച്ചേരി ഇതിനർത്ഥം വെച്ചാൽ അവൻ മുസ്ലിമായേക്കാം എന്നാ. എനിക്ക് വീണ് കിടന്നിട്ട് തുപ്പാനെ മോൾക്ക് തുപ്പാനേ പറ്റുള്ളൂ. കാരണം നിങ്ങളെ പിന്നെ എന്തിനാ കാഫറിന് ജിന്നാണെങ്കിൽ ശിർക്കാണെങ്കിൽ എന്തിനാ വസീൽ ശിർക്ക് കൊടുക്കുന്നത്? അപ്പൊ കാഫറിനോട് ചോദിച്ചാൽ വസീൽ ശിർക്കാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ കത് യുസ്ലിമു എന്ന് പറഞ്ഞത്? പിന്നെ കാഫിർ എന്തിനാ വിശേഷിപ്പിച്ചത്? അൽ കുഫാറാന്ന് വിശേഷിപ്പിച്ചത്? ഇതിനൊക്കെ ചോദ്യത്തിന് മറുപടി വേണം. അതല്ല മുസ്ലിം ജിന്നാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ജിന്നില്ല, മുസ്ലിം ജിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കത് യുസ്ലിമു എന്ന് പറഞ്ഞത്, പിന്നെ മുസ്ലിമായി എന്ന് പറഞ്ഞത്? ഇതിനൊക്കെ മറുപടി വേണം. തർക്കം വേറെടുക്കും കൊണ്ടുപോയിട്ട് എന്റെ വാദം മറപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇബ്നു അബ്ബാസിന്റെ കൗല്യങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വാദം മുട്ടുകുത്തുകയാണ് ഇവിടെ. നിങ്ങളവിടെ ആര് പറഞ്ഞു ഇവിടെ മുസ്ലിം ജിന്നെ കൊണ്ടുവരാൻ? കാഫിറിന്റെ വിഷയത്തിൽ പറഞ്ഞു മുഴുവനും മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് ഷെയ്ത്താൻ അല്ലേ? നിങ്ങൾ ഓരോന്ന് 2012 പുത്തംവാദം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന കാണുക. നിങ്ങൾ മറുപടി ഇല്ലാതെ ഉഴലുകയാണ്. എന്നിട്ട് വേറെ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാലോ, അതൊക്കെ ഇജ്ജ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹ് ഹസൻ സ്വഹീഹ് അങ്ങ് ഞങ്ങൾ പഠിച്ചേ. ഇജ്ജ് പറഞ്ഞാ ചെങ്ങായി എന്നോട് പറഞ്ഞ കത് യുസ്ലിമു എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആയേക്കാം. അപ്പൊ ആയാലോ കാലകാലം നരകത്ത് കിടക്കണ്ടോ? എവിടുന്നാ ചെങ്ങാക്കി വരുന്നത്? ആയേക്കാന്ന് തന്നെ പറഞ്ഞു. ആയേക്കാന്ന് കൊടുത്തു ഇബ്നു അബ്ബാസ് പഠിച്ചത്. അല്ലാത്തവരെ പറ്റി ചർച്ചയല്ലോ. ആയേക്കാം അല്ലാത്ത കാഫറിനെ പറ്റി ചർച്ച ഉണ്ടോ? കാലകാലം നരകത്തിനല്ലേ? ഇവിടെ മുസ്ലിമിന്റെ വർത്താനം ചങ്ങായി പറഞ്ഞത് കത് യുസ്ലിം, അവൻ മുസ്ലിം ആയേക്കാം. ആയാലോ കാലകാലം നരകത്ത് കിടക്കണ്ട. അതിനെ ഒഴിവാക്കിയത് ഇല്ലാ മൻഷാ അല്ലാഹ് മാക്ക് മന്നിന്റെ അർത്ഥം കൊടുത്താൽ അതിനൊക്കെ പുറമെ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രമുഖമായി എല്ലാ മുഫസ്സിറും ഉദ്ധരിക്കുന്നത് ഇതൊന്നുമല്ല. അതും ആദ്യം മനസ്സിലായിക്കോ. അതൊന്ന് കബറിൽ കബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെട്ടത് മുതൽക്ക് അവിടെ പിന്നെ ഹിസാബ് നടത്തപ്പെടുന്ന സമയം എന്നാ. പിന്നെ രണ്ടാമത് അല്ലെങ്കിൽ ദുനിയാവിലുള്ള ഇവിടെ സമയം എന്നാ. എന്നിട്ട് അല്ലെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ ഈ ഇബ്നു അബ്ബാസിന്റെ കൗല് ഉദ്ധരിച്ചുകൊണ്ട് മന്നാണ് എന്ന് വെച്ചാൽ തന്നെ അത് ആരാണ്? പച്ച ശിർക്ക് ചെയ്ത കാഫിറിനോട് ദ്വാരനെ ഇസ്തിഹാസത്ത് നടത്തിയ ആളുകൾ പിൽക്കാലത്ത് അവർക്ക് അത് യുസ്ലിം, അവർ മുസ്ലിമായേക്കാം. ആ മുസ്ലിമായേക്കാൻ പറഞ്ഞ മുസ്ലിമായില്ല എന്നർത്ഥം. മുസ്ലിം ആയവരെ പറ്റി അവിടെ സുഹൃത്തെ ചർച്ച. മുസ്ലിം ആയവർക്ക് എന്താ വിഷയം? ഒരു കാലകാലം നരകത്ത് കിടക്കണ്ട. നിങ്ങൾ പെട്ടുപോയി. നിങ്ങൾ മുസ്ലിം ജിന്നെ കൊണ്ടുവന്ന് വിടുക. ആര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജിന്നെ കൊണ്ടുവരാൻ? അപ്പൊ തന്നെ എന്റെ ചോദ്യം, മുസ്ലിം ജിന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കത് യുസ്ലിം എന്ന് പറയാം? ഓ ഇസ്ലാമാണോ? ആദ്യം ഓൾറെഡി മുസ്ലിം അല്ലേ? ഓൻ ഒരു പാപം ചെയ്തിന്, ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളെ ശിർക്കല്ലോ, വസീൽ ശിർക്കല്ലേ ഉള്ളൂ. പിന്നെ അവൻ മുസ്ലിമാണ്. പിന്നെ അവനെ കാഫിർ എന്ന് പറയണം. ഉഫാറാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. കാഫിർ എന്ന് അവനെ പറയല്. വസീൽ ശിർക്ക് ചെയ്തവനെ കാഫിർ എന്ന് പറയല്. ഇയാൾ എന്റെ ചോദ്യത്തിന് മറുപടി അറിയാത്തെ. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാ കത് യുസ്ലിം എന്ന് പറഞ്ഞത്? വസീൽ ശിർക്കാണെങ്കിൽ ഓൾറെഡി മുസ്ലിം അല്ലേ? പിന്നെ എന്തിനാ മുസ്ലിമാണ്? പിന്നെ എന്തിനാ കാഫിർ എന്ന് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് ഉഫാറ എന്ന് പറഞ്ഞത് നിങ്ങൾ വാദപ്രകാരം വസീൽ ശിർക്കാണെങ്കിൽ അവനെ കാഫിർ എന്ന് വിളിക്കല്. ഇയാണ് ഇവിടെ ആര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജിന്നെ കൊണ്ടുവരാന്? എവിടെ ഏത് വസീലാണ് ഉള്ളത്? ചോദ്യങ്ങൾക്ക് മറുപടി വയലുണ്ട്. ഹദീസ് പഠിപ്പിക്കാൻ തന്നെ ഇജ്ജ് ഹദീസ് പഠിക്കാൻ ഞാൻ അറിയാതെ പറ്റൊക്കെ. ഇജ്ജ് വിഷയം മാറ്റാൻ നടക്കണ്ട. ഇജ്ജ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വിഷയം മാറ്റാൻ സമ്മതിക്കൂല. അയക്കാൻ പറഞ്ഞാൽ ആയി എന്നല്ല, രണ്ടിനും സാധ്യതയുണ്ട്. അപ്പൊ സാധ്യത ഉള്ളോനെ പറ്റി ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു സാധ്യത ഉണ്ട്, ആയേക്കാം. ഓനെ പറ്റി കാലകാലം നരകത്ത് കിടക്കണ്ട. അല്ലാത്ത കാലകാലം നരകത്ത് കിടക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ ഇതിന്റെ വിഷയം. അത് യുസ്ലിമു, അവൻ മുസ്ലിം ആയേക്കാം. അല്ലാതെ ഇബ്നു അബ്ബാസ് എന്നവർ കണ്ടോ ഓലൊക്കെ എന്താ അവസ്ഥ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അത് യുസ്ലിം എന്നല്ല പറയാൻ പറ്റുമോ? മുസ്ലിം ആയേക്കാൻ അറിയില്ല. ആകുന്ന ആളുകളുണ്ടല്ലോ, ആകാത്തവരുണ്ട്. ആകുന്ന ആളെ പറ്റിയോ? ഒരു കാലകാലം നരകത്ത് കിടക്കണ്ട. അവരെ പറ്റിയാ പറഞ്ഞത്. എന്തൊരു കൃത്യമായിട്ടാണ് ഇത് വിശദീകരണം. ആദ്യം പറഞ്ഞ കത് എന്ന് പറഞ്ഞ കത് യുസ്ലിം പറഞ്ഞാൽ എന്റെ ആദ്യം വന്ന് തെറ്റന്നെയാണ്. ഞാൻ സമ്മതിച്ചു. എന്റെ മാതിരി തെറ്റിമ ചുടിച്ച് ചൂടുകയാണ്. അതേസമയം കത് യുസ്ലിം പറഞ്ഞാൽ മുസ്ലിം ആയേക്കാം തന്നെ ഞാൻ അർത്ഥം വെച്ചത്. അതിന്റെ അർത്ഥം മുസ്ലിം ഒരു കാലത്തും ആവില്ല. അല്ല എല്ലാവരും മുസ്ലിം ആയിന്നാ. അതിന് മുസ്ലിം ആയവരുണ്ട്. അതിന് ഓല വിജയന്താ? അതൊന്ന് പറഞ്ഞോട്ടെ. ഓല വിജയന്താ മുസ്ലിം ആര് വിധി? ഒരു കാലകാലം നരകത്ത് കിടക്കണ്ട. അതിനെ ഇബ്നു അബ്ബാസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ.